ഹലോ ഗൈസ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ അല്ല, ഈ ഒരു റൗണ്ട് ട്രിപ്പ് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്, തമിഴ്നാട്ടിൽ. ഇന്ന് ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ്സിന് കയറിയിട്ട് മധുരയിൽ നിന്നും തൃശ്ശൂർ വരെയാണ്. വണ്ടി ഇന്ന് കുറച്ച് ലേറ്റാണ്, ഒരു 10-40 മിനിറ്റ് ലേറ്റാണ് വണ്ടി. 6:45 മധുരയിൽ എത്തേണ്ട വണ്ടിയാണ്. ഇപ്പോൾ സമയം 7:10 കഴിഞ്ഞു. 7:20 ആകുമ്പോഴേ ഇവിടെ എത്തുള്ളൂ വണ്ടി. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ വണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ബാക്കി വിശേഷങ്ങളൊക്കെ വണ്ടിയിൽ കയറിയിട്ട് പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പാണ്ഡ്യൻ എക്സ്പ്രസ് ഇല്ലേ, പാണ്ഡ്യൻ എക്സ്പ്രസ്, അതിൻ്റെ റേക്ക് കൊണ്ടിട്ടിട്ടുണ്ട്. അത് 3 വണ്ടിയായിട്ട് റേക്ക് ഷെയറിങ്ങുള്ള വണ്ടിയാണേ. ഒന്നതേ പാണ്ഡ്യൻ എക്സ്പ്രസ് 126-38, പിന്നെ ചോളൻ എക്സ്പ്രസ് 226-75, പിന്നെ റോക്ക് ഫോർട്ട് എക്സ്പ്രസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സതേൺ റെയിൽവേയുടെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വണ്ടികളിൽ ഒരെണ്ണമാണ് ഈ റോക്ക് ഫോർട്ട് എക്സ്പ്രസ് എന്ന്. ആ ഒരു റോക്ക് ഫോർട്ട് എക്സ്പ്രസ് ആയിട്ട് ഓടുന്ന വണ്ടിയുടെ റേക്കാണ് കേട്ടോ ഇത് കാണുന്നത്. 3 വണ്ടിയായിട്ടാണ് റേക്ക് ഷെയറിംഗ് ഉള്ളത് ഈ ഒരു വണ്ടിക്ക്. കണ്ടോ, നിങ്ങൾ ബോർഡ് കണ്ടോ? എൻ്റെ കോച്ച് S6 46 അപ്പർ ബർത്ത് എനിക്ക് കിട്ടിയത്. ഇത് S7 മറ്റേ ശരവണ സൂപ്പർ ജ്വല്ലറിയുടെ പരസ്യം കൊട്ടിച്ച്. നമ്മുടെ കോച്ച് ഇതാണ്, S6 സ്ലീപ്പറാണേ. 2002 മാനുഫാക്ചർ ചെയ്ത കോച്ചാട്ടോ. ഉൾവശത്തൊക്കെ എങ്ങനെയുണ്ടാവുമെന്ന് തമ്പുരാനറിയാം. നമുക്കെന്തായാലും കയറി വെക്കാം. നമ്മുടെ വണ്ടിയിൽ മൊത്തം ആൾക്കാരാണ്. സ്ലീപ്പർ ആണെങ്കിൽ 6 AC-ക്കാരുണ്ടെന്നാണ് തോന്നണേ. എൻ്റെ സീറ്റിൽ ഏതോ ഒരു ഹിന്ദിക്കാരൻ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് മാറാൻ പറയാം, അല്ലെങ്കിൽ TTR വരുമ്പോൾ പറഞ്ഞു നോക്കാം. എൻ്റെ അപ്പർ ബർത്ത് അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ കയറിക്കാടെന്ന് ഉറങ്ങാം. ഇന്നലെ തുറക്കിൻ്റെ നല്ല ക്ഷീണമുണ്ട്. നമ്മുടെ ഈ ഒരു ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് ഇല്ലേ, ഈ വണ്ടി ചെന്നൈയിൽ നിന്ന് രാവിലെ 10:25 എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ 7:30 ആവുന്ന സമയത്ത് ഗുരുവായൂരെത്തും. ഇത് ഒരു സമയമില്ലാത്ത സമയത്താണ് ഗുരുവായൂർ എത്തുന്നത്. എല്ലാവരും പൊതുവെ കംപ്ലൈൻറ്റ് പറയുന്ന കേട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ കുറച്ച് 5 മണി 4 മണി ആ ഒരു മോർണിംഗ് ടൈമിലെത്തിയാൽ രാവിലെ തൊഴാൻ പോകുന്നവർക്കൊക്കെ ഭയങ്കര ഗുണമുള്ള ഒരു വണ്ടിയായിരിക്കും ഇത്. ഗുരുവായൂർ എത്തുന്ന സമയത്ത് എന്തായാലും ആ ഒരു പ്രഭാതത്തിലെ ആ ഒരു വൈബൊക്കെ പോകും. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയമൊക്കെ കഴിയും. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ ചെന്നൈ എഗ്മോറിന്ന് തൃശ്ശൂർ വരെ 1100 കിലോമീറ്ററാണ് ഈ ഒരു വണ്ടി സഞ്ചരിക്കുന്നത്. തൃശ്ശൂരല്ല, ഗുരുവായൂർ വരെ. അത് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ 21 മണിക്കൂർ 20 മിനിറ്റാണ്, ഏകദേശം ഒരു ദിവസം. ഇത് തമിഴ്നാട്ടിലെ ആ അറ്റത്തുനിന്ന് തമിഴ്നാട് മൊത്തം കറങ്ങി താഴേക്ക് വന്ന് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ കയറി നേരെ തൃശ്ശൂർ വന്നിട്ടാണ് ഗുരുവായൂർ പോകുന്നത്. അപ്പോൾ അത്രയും കറക്കം കഴിഞ്ഞിട്ടാണ് ഇത് ഗുരുവായൂർ എത്തുന്നത്. മധുര കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്, വിരുദനഗർ ജംഗ്ഷൻ. നമ്മുടെ ഈ വിരുദനഗർ വെച്ചിട്ട് 2 ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. ഒരു ലൈൻ മധുരൈ ജംഗ്ഷനിലേക്ക് പോകുന്നതാണ്, ഒരു ലൈൻ നമ്മുടെ ശിവകാശി വഴി തെങ്കാശി ജംഗ്ഷനിലേക്ക് പോകുന്നത്. തെങ്കാശി പുനലൂർ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന ലൈൻ ഇതിലൂടെ പോകുന്നുണ്ട്, വിരുദനഗർ ജംഗ്ഷനിൽ. ഇവിടുന്ന് വണ്ടി ഡിപ്പാർട്ടായി. അങ്ങനെ 41 മിനിറ്റ് ലേറ്റായിട്ട് കോവിൽപ്പട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ഉണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് നമ്മുടെ വാഞ്ചിമണിയാച്ചി ജംഗ്ഷനാണേ. അത് ഇവിടുന്ന് കുറച്ചങ്ങ് ദൂരം പോകാനുണ്ട്. വാഞ്ചിമണിയാച്ചി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റേഷൻ വരുന്നത് തിരുനെൽവേലിയാണേ. തിരുനെൽവേലി വഴി അങ്ങനെ താഴേക്ക് പോയി നാഗർകോവിൽ ജംഗ്ഷൻ കയറില്ല, നാഗർകോവിൽ ടൗൺ പോയി തിരുവനന്തപുരം വന്ന് കൊല്ലം അങ്ങനെ വന്ന് തൃശ്ശൂർ. അപ്പോഴേക്കും രാവിലെയാവും. ഇപ്പോൾ രാത്രി ഷൂട്ട് ചെയ്യാൻ മാത്രം ഒന്നുമില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയാത്തത്. പിന്നെ ഇതിൽ മൊത്തം ആൾക്കാരെ പിള്ളന്മാരുണ്ട് ഇഷ്ടം പോലെ. അവർ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, മനസ്സിലാവില്ല. വെറുതെ എന്തിനാ എൻ്റെ തൊണ്ട കളയണേ. കോവിൽപ്പട്ടിയിൽ നിന്ന് വണ്ടി എടുത്തു, ഡിപ്പാർട്ടായി. നമ്മുടെ നെയ്യാറ്റിൻകരയും തിരുവനന്തപുരത്തൊക്കെ ഈ വണ്ടി എത്തുന്ന സമയം എന്ന് വെച്ചാൽ പാതിരാത്രിയാണ്. 12:30-ക്കൊക്കെയാണ് തിരുവനന്തപുരം എത്തുന്നത്. അതുകൊണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ആ സമയത്ത് നല്ല ഉറക്കത്തിലായിരിക്കും ഞാനിപ്പം കയറി കിടന്നുറങ്ങും. പക്ഷെ ഇപ്പോഴേ ഉറങ്ങിയാൽ രാവിലെ പെട്ടെന്ന് എണീക്കേണ്ടി വരും. അതാ ഒരു മടി കിടക്കാൻ.
കുറച്ചുകൂടി കഴിയട്ടെ. കോവിൽപ്പട്ടി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഇങ്ങനെ ഇഴഞ്ഞഴഞ്ഞാണല്ലോ പോകുന്നത്, സ്പീഡ് എടുക്കുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ലൈറ്റ് നോക്കി ഇങ്ങനെ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. റോഡ് അതിലൂടെയാണ് പോകുന്നത്. ആ ഒരു ചുവപ്പ് ലൈറ്റുകൾ ഇങ്ങനെ കാണുന്നില്ലേ, അത് വിൻമില്ലാണ് കേട്ടോ. കാറ്റാടി യന്ത്രമില്ലേ, അതാണത്. അതിൻ്റെ ആ ഒരു വിങ്സ് ഇങ്ങനെ ചെറിയൊരു വട്ടത്തിൽ കണ്ട് ഞാൻ. അപ്പോഴാണ് മനസ്സിലായത് അത് കറങ്ങുന്നുണ്ട്. ഇപ്പോൾ കാറ്റടിക്കുന്ന സമയമായിരിക്കും. ഇപ്പോൾ അത് ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കണ്ണുകൊണ്ട് തന്നെ ഇങ്ങനെ മൈന്യൂട്ടായിട്ടേ കാണാൻ പറ്റുള്ളൂ. തൊട്ടടുത്തുണ്ട് ഇവിടെ ഒരെണ്ണം. തിരുനെൽവേലിയിൽ നിന്ന് ചെന്നൈ എഗ്മോർ പോകുന്ന നെല്ലായി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വരുന്നുണ്ട്. നമ്മൾ വാഞ്ചി മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ വാഞ്ചി മണിയാച്ചി വെച്ചിട്ടാണ് നമ്മുടെ തൂത്തുക്കുടിയിലേക്ക് പോകുന്ന ലൈൻ തിരിയുന്നത്. തൂത്തുക്കുടിയിലേക്ക് പോകുന്ന ലൈനും തിരുനെൽവേലിയിലേക്ക് പോകുന്ന ലൈനും തിരിയുന്നത് ഈ ഒരു വാഞ്ചി മണിയാച്ചി ജംഗ്ഷനിൽ വെച്ചിട്ടാണ്. വാഞ്ചി മണിയാച്ചി എന്ന് തൂത്തുക്കുടിയിലേക്ക് പോകുന്നൊരു പാസഞ്ചർ ട്രെയിനാണ്. അവിടെ അതിൻ്റെ റേക്കാണ് അവിടെ വെച്ചിട്ടുള്ളത്. അതിപ്പോൾ 9:05 ഇവിടുന്ന് വാഞ്ചി മണിയാച്ചിന്ന് എടുക്കേണ്ടതാണ്. ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പോൾ പോകുമായിരിക്കും. അത് ഇവിടുന്ന് 9:05 എടുത്തിട്ട് തൂത്തുക്കുടിയിൽ 10 മണിയാകുമ്പോൾ എത്തും. വാഞ്ചി മണിയാച്ചിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് തൂത്തുക്കുടിയിലേക്ക് പോകേണ്ടത്. റൈറ്റ് തിരിഞ്ഞിട്ട് നേരെ തിരുനെൽവേലിക്കും. പിന്നെ ഈ ഒരു വാഞ്ചി മണിയാച്ചിയിൽ വരാതെ തന്നെ തൂത്തുക്കുടിയിലേക്ക് പോകുന്ന ഒരു ബൈപ്പാസ് ഉണ്ട്. വാഞ്ചി മണിയാച്ചി ബൈപ്പാസ് ക്യാബിനുണ്ട്. അതുവഴി ബൈപ്പാസ് അടിച്ച് പോകുന്ന വണ്ടികളുണ്ട്. നമ്മുടെ പാലക്കാട് തൂത്തുക്കുടി പാലരുവി എക്സ്പ്രസ് ഇല്ലേ, അത് ഈ വാഞ്ചി മണിയാച്ചി ജംഗ്ഷനിലേക്ക് വരില്ല. നേരെ തിരുനെൽവേലിയിൽ വന്നിട്ട് ഈ വാഞ്ചി മണിയാച്ചി ബൈപ്പാസ് അടിച്ചിട്ടാണ് തൂത്തുക്കുടിയിലേക്ക് പോകുന്നത്. നാഗർകോവിലിൽ നിന്ന് SMBT ബാംഗ്ലൂർ പോകുന്ന എക്സ്പ്രസ് ആണ് ഞാൻ പോയത്. എന്തൊരു സ്പീഡാണ് നമ്മളെ വണ്ടി. നല്ല ചടപടാന്ന് പറഞ്ഞങ്ങ് പോയി. ഒരു WDP 4D കിടക്കുന്നുണ്ട് അവിടെ. രാത്രി ആയതുകൊണ്ട് മര്യാദക്കൊന്നും കിട്ടുന്നില്ല. ഒരു WP4 ഇത് കിടക്കുന്ന റോഡിൻ്റെ അപ്പുറത്തൊക്കെ ഏതോ വണ്ടിയുടെ റേക്ക് ഉണ്ട്. ഒന്നും മനസ്സിലാവണില്ല. സോ നമ്മൾ തിരുനെൽവേലി ജംഗ്ഷനിലെത്തി. കുറച്ച് ആൾക്കാരൊക്കെ കയറാനുണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങുകയും ചെയ്യുമായിരിക്കും. ഈ തിരുനെൽവേലിയിൽ നിന്ന് 2 ലൈൻ തിരിഞ്ഞിട്ട് പോകുന്നുണ്ട്. ഒരു ലൈൻ തിരുച്ചെന്തൂരിലേക്ക് പോകുന്ന ലൈനാണ്. ലെഫ്റ്റ് എടുത്തിട്ട് പോകുന്നത് തിരുച്ചെന്തൂർ ലൈനാണ്. നമ്മുടെ ചെന്നൈ എഗ്മോർ ചെന്തൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇല്ലേ, അത് ഇതിലൂടെയാണ് പോകുന്നത്. അത് കുറച്ച് കഴിയുമ്പം ഈ ഒരു തിരുനെൽവേലിയിലേക്ക് എത്തും. നമുക്കത് കാണാൻ വേണ്ടി പറ്റില്ല, നമ്മൾ അപ്പോഴേക്ക് ഇവിടുന്ന് വിടും. പിന്നെ റൈറ്റിലോട്ട് പോകുന്ന ലൈൻ എന്ന് വെച്ചാൽ തെങ്കാശി വഴി
പുനലൂർ, കൊല്ലം ആ ഭാഗത്തേക്ക് പോകുന്ന ലൈനും കൂടി ഉണ്ട്. ഈ 2 ലൈനാണ് മെയിനായിട്ടും ഈ ഒരു തിരുനെൽവേലിയിൽ നിന്ന് തിരിഞ്ഞിട്ട് പോകുന്നത്. തിരുനെൽവേലിയിൽ നിന്ന് നമ്മുടെ വണ്ടി ഡിപ്പാർട്ടായി. ഇപ്പം 37 മിനിറ്റ് ഡിലേ ഉണ്ട് നമ്മുടെ വണ്ടി. അത് കുറച്ചങ്ങോട്ട് എത്തുന്ന സമയത്ത് ഡിലേ കുറയുമെന്ന് നമുക്ക് വിചാരിക്കാം. സാധാരണ നാഗർകോവിലൊക്കെ എത്തിയാൽ പിന്നെ ഇങ്ങനെ ഉരുട്ടി ലാഗ് അടുപ്പിക്കാറുണ്ട്. അടുപ്പിക്കാതെ പോയാൽ നല്ലത്, സമയത്തിനെത്താം. ഇവിടുന്ന് തിരിഞ്ഞ് 2 ലൈനായിട്ട് പോകുന്നുണ്ട്. ആ റൈറ്റിലേക്ക് പോകുന്ന ആ ലൈനാണ് നമ്മുടെ തെങ്കാശിയിലേക്ക് പോകുന്ന ലൈൻ കേട്ടോ. തെങ്കാശി കൊല്ലമൊക്കെ പോകുന്ന ലൈനാണത്. നമ്മുടെ പാലക്കാട് നിന്ന് തൂത്തുക്കുടി വരുന്ന പാലരുവി എക്സ്പ്രസ് ഒക്കെ ആ വഴിയാണ് വരുന്നത്. ഈ വഴി ഇങ്ങനെ വന്നിട്ടാണ് തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് വരുന്നത്. ഞാനപ്പോൾ കിടക്കാൻ പോവാണ്. സമയം 10 മണി. എല്ലാവരും ഇപ്പോൾ കിടക്കും. അപ്പോൾ രാവിലെ എവിടെ എത്തുന്നോ അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം. ബാക്കി ഈ ട്രെയിനിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ പറയാനുണ്ട്. അത് വെളിച്ചം വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. രാത്രിക്ക് പറയുമ്പോൾ ഒരു ഗുമ്മില്ല. അപ്പോൾ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മുടെ വണ്ടി 1 മണിക്കൂർ ലേറ്റാണ്. നമ്മളിപ്പോൾ ആലുവ നമ്മളെ മംഗളാലക്ഷദ്വീപ് എക്സ്പ്രസ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് പോയത്. അത് ആലുവ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആലുവ എത്തിയിട്ടാ. ആലുവ എത്തി 1 മണിക്കൂർ ലേറ്റാണ് നമ്മളിവിടെ. സമയം ഇപ്പോൾ 6:15. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ആലുവയൊക്കെ സ്റ്റേഷൻ മൊത്തം പൊളിച്ചിട്ടിരിക്കുകയല്ലേ. ആലുവയിൽ നിന്ന് ഡിപ്പാർട്ടായി നമ്മൾ. ഇപ്പോൾ ഇവിടെ വന്നത് നമ്മുടെ MGR ചെന്നൈ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ മെയിലാണേ. അതിനിവിടെ അങ്കമാലി കാലടിയിൽ സ്റ്റോപ്പുണ്ട്. നമ്മൾ കയറിയ കോച്ച് 2002 മാനുഫാക്ചേർഡ് കോച്ചാണേ. ഇതിൻ്റെ ഉൾവശം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, 2002 മാനുഫാക്ചേർഡ് കോച്ചാണെന്നൊന്നും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പറയൂല. ഇവിടെയൊക്കെ വൃത്തിയുണ്ട്. മുകൾ വശം നോക്കണ്ട, മുകൾ വശം കുറച്ച് വൃത്തി കുറവാണ്. അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വാഷ് ബേസിനൊക്കെ കണ്ടോ. നമ്മൾ ഇന്നലെ കോവൈ എക്സ്പ്രസ്സിൽ കണ്ടില്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ? അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് സ്വർഗം.
നമ്മൾ ചാലക്കുടി എത്തി. ഇവിടെ നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് അല്ലേ, നിങ്ങൾ ചെന്നൈ, തിരുനെൽവേലി, നാഗർകോവിൽ, തിരുവനന്തപുരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡേ ടൈമിൽ ഗുരുവായൂർ പോയിട്ട് കാണണം. നല്ല ഡേ ടൈമിൽ തന്നെ ഗുരുവായൂർ അമ്പലമൊക്കെ കാണണം, തൊഴുതിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രാത്രിക്ക് ഈ വണ്ടിയിൽ കയറാം. രാത്രിയിൽ കയറി കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഈ വണ്ടി ഗുരുവായൂരെത്തും. ഗുരുവായൂർ പോയിട്ട് കുളിച്ച് നല്ല വൃത്തി തൊഴുത് അമ്പലമൊക്കെ കണ്ട് അവിടെയൊക്കെ കറങ്ങിയിട്ട് ഈ വണ്ടിക്ക് തന്നെ രാത്രിക്ക് കയറിയാൽ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് വീട്ടിലെത്താൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു ഗുരുവായൂർ കറങ്ങി വരാൻ പറ്റിയൊരു വണ്ടിയാണ് നമ്മുടെ ഈ ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് എന്ന് പറയുന്നത്. എക്സ്പ്രസ് ആണ് ഈ വരുന്നത്. ചാലക്കുടി എത്തി. രാവിലെ തന്നെ ഇങ്ങനെ മഞ്ഞ് കണ്ടോ, കോടമഞ്ഞ് ആ വയലിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇരിങ്ങാലക്കുട സ്റ്റേഷനിലേക്ക് കയറുവാണേ. ഇങ്ങനെ കർവ വളഞ്ഞു പോയിട്ട് കയറുക. നല്ല രസമാണ് കാണാൻ. നമ്മുടെ ഈ ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത് 2003-ലാണ്. 2003 ഈ വണ്ടി ഓടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊച്ചിൻ ഹാർബർ തൊട്ട് തിരുവനന്തപുരം വരെ ആയിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. നാഗർകോവിലിൽ നിന്ന് പിന്നീട് മധുരയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് മധുരയിൽ നിന്ന് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെന്നൈ വരെ കൊണ്ടുപോയി. എന്നിട്ട് ചെന്നൈ കൊച്ചിൻ ഹാർബർ വണ്ടിയായിട്ട് ഓടാൻ തുടങ്ങി. പിന്നെ കൊച്ചിൻ ഹാർബറൊക്കെ അടച്ച് പൂട്ടിയ ശേഷം കൊച്ചിൻ ഹാർബറിൽ നിന്ന് എടുത്തിരുന്ന വണ്ടി നേരെ ഗുരുവായൂരിലേക്ക് എക്സ്റ്റെൻഡ് ആക്കി. അങ്ങനെയാണ് ഈ വണ്ടി ഗുരുവായൂർ എഗ്മോർ വണ്ടിയായിട്ട് ഓടാൻ വേണ്ടി തുടങ്ങിയത്. മുന്നേ വരുമ്പോൾ ഈ വണ്ടി നാഗർകോവിൽ ജംഗ്ഷൻ കയറിയിട്ട് അവിടെ പോയി ലോക്കോ റിവേഴ്സലൊക്കെ കഴിഞ്ഞിട്ടാണ് ഗുരുവായൂരിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നാഗർകോവിൽ ബൈപ്പാസ് അടിച്ചിട്ട്, നാഗർകോവിൽ ജംഗ്ഷൻ ബൈപ്പാസ് അടിച്ചിട്ട് നേരെ നാഗർകോവിൽ ടൗണിൽ വന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ കുറേ സമയം നാഗർകോവിൽ ജംഗ്ഷൻ പോയി ലോക്കോ ഊരി പിന്നെ ലോക്കോ റിവേഴ്സ് അടിച്ച് ബാഗ് കൊണ്ടുപോയി കപ്ലിങ് ചെയ്ത് എത്ര മെനക്കേടല്ലേ, മെനക്കേടും സമയനഷ്ടവും. അതൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ നേരെ നാഗർകോവിൽ ജംഗ്ഷൻ ബൈപ്പാസ് അടിച്ചിട്ട് നേരെ ഇങ്ങ് തിരുവനന്തപുരത്തേക്ക് വരും. അതുപോലെ നമ്മുടെ ഈ വണ്ടിക്ക് ഇന്ത്യൻ റെയിൽവേയുടെ കയ്യിൽ നിന്ന് ഒരുപാട് അവഗണന കിട്ടുന്ന വണ്ടിയാണ്. എന്തെങ്കിലും ട്രാക്ക് മെയിൻ്റനൻസോ അങ്ങനെ എന്തെങ്കിലും ചെറിയ കാരണം കിട്ടിയാൽ ഈ വണ്ടി ആദ്യം പിടിച്ച് ക്യാൻസലാക്കും, അല്ലെങ്കിൽ ഡൈവേർട്ട് ആക്കും, അല്ലെങ്കിൽ പിന്നെന്താ പറയുക, എന്തെങ്കിലും ഷോർട്ട് ടെർമിനേറ്ററൊക്കെ ചെയ്യും ഇടക്കിടക്ക്. അങ്ങനത്തെ കുറേ പണികൾ കിട്ടുന്ന വണ്ടിയാണ് നമ്മുടെ ഈ ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ്. ഭയങ്കര അവഗണന കിട്ടുന്ന വണ്ടിയാണ്. ഇത്രയും ഡിമാൻഡുള്ള വണ്ടിയായിട്ട് കൂടി ഇത്രയും അവഗണന കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ വണ്ടി പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നേരെ കൊല്ലത്ത് പോകും. കൊല്ലത്ത് നിന്ന് നമ്മുടെ പുനലൂർ ചെങ്കോട്ട വഴി തെങ്കാശി ജംഗ്ഷൻ കയറും. തെങ്കാശി നിന്നിട്ട് ലെഫ്റ്റ് എടുത്തിട്ട് ശിവകാശി വഴി നമ്മുടെ നേരെ വിരുദ്ധനഗറിൽ കയറും. വിരുദ്ധനഗറിൽ നിന്നാണ് എന്നിട്ട് മധുരയിലേക്ക് വന്നത്.
അങ്ങനെയാണ് ആ വണ്ടി പോകുന്നത്. അത് പെട്ടെന്നെത്തും. നമ്മളിങ്ങനെ കറങ്ങി അടിച്ച് വരുമല്ലേ, തമിഴ്നാട് മൊത്തം കറങ്ങി തിരുവനന്തപുരം വഴി ഇങ്ങനെ കയറി വരുമല്ലേ. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ചെന്നൈ എഗ്മോർ ഗുരുവായൂരില്ലേ, ഇത് തിരിച്ചു പോകുമ്പോൾ, അതായത് ഗുരുവായൂർ എഗ്മോർ ആയിട്ട് പോകുന്ന സമയത്ത് കോവിഡിന് മുമ്പ് 2 വണ്ടിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ വണ്ടിക്ക് ഒരു സ്ലിപ്പ് പോർഷൻ ഉണ്ടായിരുന്നു. അത് എവിടുന്നാന്ന് വെച്ചാൽ നമ്മുടെ തൂത്തുക്കുടിയിൽ നിന്ന് ചെന്നൈ എഗ്മോർ പോകുന്നൊരു വണ്ടി ഉണ്ടായിരുന്നു. ഒരു 5-6 കോച്ചുകൾ മാത്രമുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി വാഞ്ചിമലയാച്ചി റെയിൽവേ സ്റ്റേഷനില്ലേ, വാഞ്ചിമണിയാച്ചി ജംഗ്ഷനിൽ വന്നിട്ട് നിൽക്കും ഈ ഒരു 5-6 കോച്ചുകളുള്ള വണ്ടി. ഈ നമ്മുടെ ഗുരുവായൂർ എഗ്മോർ എന്നിട്ട് വാഞ്ചിമണിയാച്ചി ജംഗ്ഷനിൽ എത്തിയിട്ട് ഈ വണ്ടിയുടെ കൂടെ ആ ഒരു സ്ലിപ്പ് പോർഷൻ കൂടി അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഈ ഒരു 2 വണ്ടിയും കൂടിയാണ് ചെന്നൈ എഗ്മോർ പോയിക്കൊണ്ടിരുന്നത് കോവിഡിന് മുമ്പ്. കോവിഡ് കഴിഞ്ഞ പിന്നെ ആ ഒരു സ്ലിപ്പ് പോർഷനൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഗുരുവായൂർ ചെന്നൈ എഗ്മോർ വണ്ടി ഇൻഡിപെൻഡൻ്റ് ആക്കി കൊടുത്തു. ഈ വണ്ടിക്ക് ഇപ്പോൾ സ്ലിപ്പ് പോർഷനൊന്നുമില്ല കോവിഡ് കഴിഞ്ഞ പിന്നെ. ആ ഒരു തൂത്തുക്കുടി എഗ്മോർ പോയിക്കൊണ്ടിരുന്ന വണ്ടി ഏതൊരു വണ്ടി പോകുന്നുണ്ട്, നോക്കട്ടെ. എന്നിട്ട് കോവിഡ് കഴിഞ്ഞ പിന്നെ ആ ഒരു സ്ലിപ്പ് പോർഷനൊക്കെ ക്യാൻസലാക്കി. ഇപ്പോൾ ആ ഒരു തൂത്തുക്കുടിയിൽ നിന്ന് ചെന്നൈ എഗ്മോർ പോകുന്ന ആ ഒരു വണ്ടി ഇല്ലെന്നാണ് തോന്നുന്നത്. അത് മൊത്തത്തിൽ ക്യാൻസലാക്കി തോന്നുന്നു. ഇപ്പോൾ പാസ് ചെയ്ത് പോയ വണ്ടി നമ്മുടെ യശ്വന്ത്പൂരിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത് നമ്മുടെ കൊച്ചുവേളിയിലേക്ക് പോകുന്ന ഗരീബ്രത്ത് എക്സ്പ്രസ്സാണ് പോയത്. നിങ്ങൾ തൃശ്ശൂർ എറണാകുളം ഭാഗത്തു നിന്നൊക്കെ മധുരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റേ അമൃത എക്സ്പ്രസ്, പിന്നെ നമ്മുടെ ഗുരുവായൂർ മധുര എക്സ്പ്രസ് ഇപ്പോൾ പോയില്ലേ, അത് നമ്മുടെ കൊല്ലം ചെങ്കോട്ട വഴി പോകുന്ന ആ വണ്ടി. ഈ ഒരു 2 വണ്ടിക്ക് നിങ്ങൾക്ക് മധുരയ്ക്ക് പോകാൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗുരുവായൂർ ചെന്നൈ എഗ്മോർ വണ്ടി ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു വണ്ടി കയറിയിട്ട് നിങ്ങൾക്ക് മധുരയിലേക്ക് പോകാം. ഈ വണ്ടിക്ക് അത്യാവശ്യം സീറ്റ് കിട്ടും നിങ്ങൾക്ക്. ഈ വണ്ടി രാത്രിക്ക് 11:40 തൃശ്ശൂരിൽ നിന്ന് എടുത്താൽ പിന്നെ പിറ്റേന്ന് രാവിലെ 11:15 നിങ്ങൾക്ക് മധുരയിലെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അമൃതയും നമ്മുടെ ഗുരുവായൂർ മധുര എക്സ്പ്രസിനും ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾ മറക്കണ്ട, ടിക്കറ്റ് എന്തായാലും കിട്ടും. നമ്മളിപ്പോൾ തൃശ്ശൂർ എത്തും കേട്ടോ, ഏകദേശം എത്താനായി. കൊല്ലൂരൊക്കെ കഴിഞ്ഞു നമ്മൾ. ഈ വണ്ടി മറ്റേ ചെന്നൈ സെൻട്രൽ നിന്ന് ആലപ്പുഴ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ ഗുരുവായൂർ എക്സ്പ്രസ് ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് എടുത്തിട്ട് പോയി. ഇനി അത് പൂങ്കുന്നം വഴി ഗുരുവായൂരിലേക്ക് പോകും. ഗൈസ്, പിന്നില്ലേ നമ്മൾ വന്ന ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് ഇല്ലേ, അതിന് LHB കോച്ചുകൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതെപ്പോൾ കിട്ടും എന്നുള്ള കാര്യത്തിലൊന്നും വലിയ തീരുമാനമൊന്നും ആയിട്ടില്ല. അത് തീരുമാനമായിട്ടില്ല എന്ന് പറയാനുള്ള കാരണം ഒരു കോമഡി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. നമ്മുടെ നാഗർകോവിലിൽ നിന്ന് ഷാലിമാർ പോകുന്ന ഗുരുദേവ് എക്സ്പ്രസ് ഇല്ലേ, ഗുരുദേവ് സൂപ്പർ ഫാസ്റ്റിന് ഈ ഇടയ്ക്ക് ഏപ്രിൽ 13 തൊട്ട് LHB ആയിട്ട് ഓടും എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ റെയിൽവേ തന്നെ, സദേൺ റെയിൽവേ തന്നെ റിപ്പോർട്ടൊക്കെ കൊടുത്താ. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു അത് LHB കൊടുക്കാനുള്ള തീരുമാനം കുറച്ചൊന്ന് പെൻഡിങ്ങിൽ വെച്ചിരിക്കുക, റെയിൽവേ ബോർഡ് ഒന്നും കൂടി അത് ഒന്ന് റീചെക്കൊക്കെ ചെയ്തിട്ട് LHB ആയിട്ട് ഇനി ഓടാൻ തുടങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്താ ചെയ്യണ്ടേ നോക്കിക്കേ. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന സ്ഥിതിക്ക് ഈ നമ്മുടെ ചെന്നൈ എഗ്മോർ ഗുരുവായൂരിനൊക്കെ എപ്പോൾ കിട്ടാനാ അല്ലേ? എന്താ അവസ്ഥ നോക്കിയേ. നമ്മളിപ്പോൾ വന്ന ഈ ഒരു ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ്സിന് മാത്രമല്ല കേട്ടോ LHB ആയിട്ടുള്ളത് വെച്ചാൽ പറഞ്ഞിട്ടുള്ളത് എറണാകുളം കാരക്കൽ ടീ ഗാർഡൻ എക്സ്പ്രസ് ഇല്ലേ, അതിനും LHB ആവുമെന്നൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏത് കാലത്ത് കിട്ടുമെന്നുള്ളത് ഇനി തമ്പുരാന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ സെക്കന്ദരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ് ഇല്ലേ, അതിന് LHB ആയിട്ടുണ്ട്.
അത് ഏപ്രിൽ 18 തൊട്ട് LHB ആയിട്ട് ഓടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും കൺഫേം ആയിരിക്കും. കാരണം അത് നമ്മുടെ സദേൺ റെയിൽവേയുടെ വണ്ടിയല്ല, സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ വണ്ടിയാണ്. അത് തിരുപ്പതിയുടെ വണ്ടിയാന്ന് തോന്നുന്നു, നമ്മുടെ ശബരി എക്സ്പ്രസ്. അതിപ്പോൾ ഏപ്രിൽ 18 തൊട്ട് LHB ആയിട്ട് നല്ല കിടിലം വണ്ടിയായിട്ട് ഓടാൻ തുടങ്ങും. കണ്ട് പഠിക്കും സദേൺ റെയിൽവേ. ഇങ്ങനെ പറഞ്ഞത് മാറ്റി പറഞ്ഞിട്ട് നമ്മുടെ ഗുരുദേവ് സൂപ്പർ ഫാസ്റ്റൊക്കെ ഓടുന്ന് വിചാരിച്ച് നിന്നതാ. അപ്പോൾ പിന്നെയും പറയുന്നു ഒന്നും കൂടി നോക്കിയിട്ടേ അത് കൊടുക്കുള്ളൂ എന്ന്. എന്താ ചെയ്യുക? ഈ ഒരു ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മധുരയിൽ നിന്ന് തൃശ്ശൂരെത്തിയിട്ട് ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഇവിടുന്ന് തൃശ്ശൂർ ഏറനാട് എക്സ്പ്രസ്സിന് കയറിയിട്ട് എൻ്റെ നാട്ടിലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു ഏറനാട് എക്സ്പ്രസിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്തായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യണ്ട, സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.